അല്പസമയം മുമ്പാണ് കോഴിക്കോട് കോടതിയിൽ ബ്ലെസ്ലിയെ ഹാജരാക്കിയത്. കോടതി വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ പ്രതിയെ വിട്ടിരിക്കുകയാണ്. ഇനിയും തുടർ അന്വേഷണങ്ങൾ നടത്തുവാനുണ്ട്. പ്രത്യേകിച്ച് ഈ കേസിൽ പണം കൈകാര്യം ചെയ്ത കുറേ ആളുകൾ വിദേശത്തേക്ക് കടന്നിട്ടുണ്ട്. അവരെ നാട്ടിലെത്തിക്കുവാനുള്ള നീക്കമാണ് പ്രധാനമായിട്ടും പോലീസ് നടത്തുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൂപ്പ് ഹോൾസിൻ്റെ രാജകുമാരൻ ബിഗ് ബോസ് കണ്ടവർക്ക് മനസ്സിലാവും. ബ്ലെസ്ലി എന്തായാലും അറസ്റ്റിലായിരിക്കുകയാണ്. ജോലി വാഗ്ദാനം ചെയ്തു, തട്ടിപ്പ് നടത്തി, ക്യാഷ് തട്ടിയെടുത്തു എന്നൊക്കെ രീതിയിലുള്ളതാണ് വാർത്ത എന്ന് പറയുന്നത്. പക്ഷേ അതിലുപരി ഇതിനേക്കാളും വലിയൊരു പ്രശ്നമാണ് ഇതിന് പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല. എങ്കിലും നമുക്ക് എന്തായാലും ഡയറക്റ്റ് വീഡിയോയിലോട്ട് തന്നെ പോവാം. ഡിജിറ്റൽ തട്ടിപ്പ് നടത്തിയ കേസിൽ ബിഗ് ബോസ് താരം പിടിയിലായിട്ടുണ്ട്. കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പിലാണ് യൂട്യൂബർ മുഹമ്മദ് ഡെലിജന്റ് ബ്ലെസ്ലി പോലീസിന്റെ പിടിയിലായത്. ഇംതിയാസ് വിവരങ്ങൾ. പ്രജീഷ്, ബിഗ് ബോസ് താരവും പ്രശസ്ത യൂട്യൂബറുമാണ് മുഹമ്മദ് ഡെലിജന്റ് ബ്ലെസ്ലി. കൊല്ലം സ്വദേശിയാണ്. ഈ ഡിജിറ്റൽ നടത്തിയ പണമിടപാട്, ആ തട്ടിപ്പിലാണ് ഈ ബ്ലെസ്ലിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അതായത് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ സൈബർ തട്ടിപ്പുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ 3 മാസമായിട്ട് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. അതിലാണ് കോഴിക്കോട് കാക്കൂർ പോലീസ് ഇപ്പോൾ മുഹമ്മദ് ഡെലിജന്റ് ബ്ലെസ്ലി എന്ന ഈ പ്രശസ്ത യൂട്യൂബറെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അതായത് ഇയാൾ ചെയ്തിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ വഴി, അതായത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തി മ്യൂൾ അക്കൗണ്ടുകളിലേക്ക് വരുന്ന പണം, ഈ പണം ഈ ബ്ലെസ്ലി കളക്ട് ചെയ്ത് ക്രിപ്റ്റോ കറൻസി ആക്കിയിട്ട് അത് ഇതിന്റെ ഈ തട്ടിപ്പിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന, അതല്ലെങ്കിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളിലേക്ക് ഈ പണം എത്തിച്ചു കൊടുക്കുക എന്ന ദൗത്യമാണ് ഈ ബ്ലെസ്ലി നടത്തിക്കൊണ്ടിരുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ബ്ലെസ്ലിയെ പിടികൂടിയിരിക്കുന്നത്. കൊല്ലം സ്വദേശിയാണ്. ഓക്കെ, നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ മ്യൂൾ അക്കൗണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതവിടെ നിൽക്കട്ടെ. ആദ്യമേ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഈ മ്യൂൾ അക്കൗണ്ടാണ്. മ്യൂൾ അക്കൗണ്ടിൻ്റെ കാര്യം ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ അല്ല, ഇതിൽ തന്നെ ആഡ് ചെയ്തേക്കാം ലാസ്റ്റായിട്ട്. ഓക്കെ, ഇതിൽ എടുത്തു പറയുന്ന ഒരു കാര്യമെന്നാണ് ക്രിപ്റ്റോ അതുപോലെ തന്നെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിംഗ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇനി എത്രയൊക്കെ പൈസ അതിൽ നിന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിംഗ്, ട്രേഡിങ്, ക്രിപ്റ്റോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ചിലപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാത്തതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. എനിക്ക് അതിങ്ങനെ കുത്തിയിരുന്ന് മാർക്കറ്റ് പഠിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു മടിയാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അത് നല്ലപോലെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ FIR റിപ്പോർട്ട് ഞാൻ ഇവിടെ തരാം. കറക്റ്റായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ടെലിഗ്രാം വഴിയാണ് ഈ കൂടുതലുമായിട്ടുള്ള സ്കാമുകൾ നടക്കുന്നത്. ഓക്കെ, അതായത് ടെലിഗ്രാം എന്ന് പറയുന്ന ആപ്പ് നമ്മൾ പലരും യൂസ് ചെയ്യുന്നത്, അതായത് സിനിമ ഡൗൺലോഡ് ചെയ്യുക, അതായത് പാവങ്ങളുടെ നെറ്റ്ഫ്ലിക്സ്, പാവങ്ങളുടെ ഹോട്ട്സ്റ്റാർ, അങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്. ശരിയാണ്, അതായത് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ സിനിമ റിലീസായാൽ ടെലിഗ്രാമിൽ വരും, നമുക്കത് ഫ്രീ ആയിട്ട് കാണാം. പലരും അതിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് പിന്നിലൊരു വലിയൊരു നമ്മൾ ഈ ഡാർക്ക് വെബ് എന്നൊക്കെ പറയില്ല, അതുപോലൊരു സംഭവം ഒളിഞ്ഞ് കിടപ്പുണ്ട് ടെലിഗ്രാമിൻ്റെ അകത്ത്. ആർക്കും പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നെറ്റ്ഫ്ലിക്സ് പോലുള്ളൊരു വലിയ ഒരു സ്ഥലത്ത് റിലീസ് ചെയ്യുന്ന ഒരു ഫിലിം, ആ റിലീസ് ചെയ്യുന്ന അപ്പോഴും തന്നെ ടെലിഗ്രാമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി എത്രത്തോളം പവർഫുള്ളാണ് ഈ ആപ്പ് എന്ന്. ഈ ഒരു ആപ്പ് വഴിയാണ് ഈ സ്കാമുകളെല്ലാം നടക്കുന്നത്. പ്രത്യേകിച്ച് ക്രിപ്റ്റോ, സ്റ്റോക്ക് മാർക്കറ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാൾക്ക് 15 ലക്ഷം രൂപയാണ് ടെലിഗ്രാമിൽ ഇങ്ങനത്തെ ഒരു സ്കാമിലൂടെ നഷ്ടപ്പെട്ടത്. 15 ലക്ഷം രൂപ. ഒരുപാട് പൈസ ഉള്ള ആളൊന്നുമല്ല, സ്കാമിൽ പെട്ടുപോയതാണ്. അതായത് പുള്ളിക്കാരൻ്റെ പൈസയൊന്നുമില്ല, ഇവിടുന്നും കടം മറിച്ച് അതിൽ കൊണ്ട് ഇട്ട് കൊടുത്തു. പൈസ ഇരട്ടിക്കും. അറിയാലോ, പണ്ടത്തെ MLM, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അനീഷ് മേനോൻ, അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, ഞാൻ ഇനി എടുത്തു പറയുന്നില്ല. ഓക്കെ, അങ്ങനെ പൈസ ഇരട്ടിക്കുമെന്ന് പറഞ്ഞ് കൊണ്ടിട്ട് കൊടുത്തതാണ്. അവസാനം 15 ലക്ഷമാണ് കണ്ണിൻ്റെ മുമ്പിൽ കൂടെ പോയത്. അത് തിരിച്ചടയ്ക്കാൻ വേണ്ടി അങ്ങേരിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാതിരി ഓട്ടമാണ് ഓടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ടെലിഗ്രാം ഇങ്ങനത്തെ സ്കാമുകളിലൊന്നും പോയി പെടാതിരിക്കുക മാക്സിമം. ഓക്കെ, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈ മ്യൂൾ അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ ഈ മ്യൂൾ അക്കൗണ്ട്സിൽ പെട്ടുപോകുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഈ സ്റ്റുഡൻസ്, ഇതിനെപ്പറ്റി ഒട്ടും വിവരമില്ലെന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിനെ പറ്റി കൂടുതലായിട്ട് അറിവില്ലാത്ത ഈ വയോധികരുണ്ട്, അതായത് അത്യാവശ്യം പ്രായമായവർ. ഓക്കെ, ഈ പ്രായമായവരുടെ അക്കൗണ്ടാണ് കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ ഈ പെൻഷൻ കൊടുക്കാനൊക്കെ പോയിട്ടുണ്ട്.
അതായത് ഈ കോവിഡ് കാലം, കോവിഡിന് മുമ്പോ കോവിഡിന് ശേഷമാണ് കറക്റ്റ് ഓർമ്മയില്ല, കുറേ കാലങ്ങൾക്ക് മുമ്പാണ്. സർക്കാരിൻ്റെ പെൻഷൻ കൊടുക്കാൻ തന്നെയാണ് പോകുന്നത്, ചേട്ടൻ്റെ കൂടെ പോക്കറ്റ് മണിക്ക് വേണ്ടി പൊയ്ക്കൊണ്ടിരുന്നതാണ്. അപ്പം പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പിടിയുമില്ല. അതായത് ബാങ്ക് അക്കൗണ്ട്, KYC, അങ്ങനെ ബാങ്ക് അക്കൗണ്ട് ഓക്കെ പിന്നെയും മനസ്സിലാവും, KYC അപ്ഡേറ്റ് ചെയ്യണം, ഫോണിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാകാത്ത കുറേ പേരുണ്ട്. ഈവൻ നമ്മുടെ സംസ്ഥാനം 100% സാക്ഷരത എന്നൊക്കെ പറഞ്ഞ് കൊട്ടി ആഘോഷിക്കുന്നുണ്ടെങ്കിലും പേരെഴുതാൻ പോലും അറിഞ്ഞുകൂടാത്ത വയോധികരുണ്ട്, സൈൻ ചെയ്യാൻ പറ്റാത്ത വയോധികരുണ്ട്. നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കണം. ഞാൻ അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. 100% എന്ന് പറയുന്നെങ്കിലും ഇപ്പോഴും പേര് പോലും എഴുതാൻ അറിഞ്ഞുകൂടാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഓക്കെ ഓക്കെ വേറെ ടോപ്പിക്കാണെന്ന് അറിയാം, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സോ അവരുടെ അക്കൗണ്ടാണ് കൂടുതലായിട്ട് ഇങ്ങനത്തെ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് കാരണം എന്ന് പറഞ്ഞാൽ അതൊരു ഡെഡ് അക്കൗണ്ട് ആയിരിക്കും, അതിൽ പൈസ വല്ലപ്പോഴും ആയിരിക്കും വരുന്നത്. അതായത് ഈ പെൻഷൻ പൈസ പോലും നമ്മൾ കയ്യിലാണ് കൊടുക്കുന്നത്, അത് മാസം 1000 സംതിങ്, അന്ന് എത്ര 1000 എത്രയാണ് എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല, 1100 അങ്ങനെ എന്തോ ആണ് അവർക്ക് കൊണ്ട് കൊടുക്കുന്നത്. അതും ബാങ്ക് അക്കൗണ്ട് പോലും അല്ല ട്രാൻസ്ഫർ ചെയ്യുന്ന, കയ്യിൽ കൊടുക്കുക. ഓക്കെ, അങ്ങനെയുള്ളൊരു അക്കൗണ്ട് ഈ ഒരു നാട്ടിലുള്ള ഒരാൾ, അവരെ അറിയാവുന്ന ഒരാൾ പോയിട്ട് പറയുകയാണ് നിങ്ങൾ അക്കൗണ്ട് എനിക്കൊന്ന് തരണം, കുറച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യാനാണ്. അവർക്ക് ഇതിനെപ്പറ്റി ഒരു അറിവും കാണത്തില്ല. അതായത് ഈ വയസ്സായവർക്ക്, പ്രായമായവർക്ക് ഇതിനെപ്പറ്റി ഒരു അറിവുമില്ല. അറിയാവുന്ന ഒരാളല്ലേ, പൈസ എടുക്കാനല്ലേ എന്ന് പറഞ്ഞാൽ അവരങ്ങ് കൊടുക്കും. പക്ഷേ അവരും അതിൻ്റെ പാർട്ട് ആവുകയാണ് അവസാനം. ഓക്കെ, മനസാക്ഷിയുള്ളവരാണെങ്കിൽ കുറച്ച് പൈസ അതിൽ ഇട്ട് കൊടുത്തിട്ടായിരിക്കും ബാക്കി പൈസ എടുത്തുകൊണ്ട് പോകുന്നത്. പക്ഷേ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ ആ ഒരു പൈസ അതിൽ അക്കൗണ്ടിൽ വന്ന് അവരും ആ ഒരു പ്രതിയായി മാറുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇടയിലും കൊച്ചു മക്കളുടെ അക്കൗണ്ട്സിലും ഇഷ്ടം പോലെ പൈസയാണ് വരുന്നത് ഇപ്പം. ഒരിക്കലും, അതായത് മാതാപിതാ ശരിയാണ്, ഇപ്പം സ്ട്രിക്റ്റ് ആവാൻ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, സ്ട്രിക്റ്റ് ആവുക, ഓരോരുത്തർ അവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഇൻ്റർഫിയർ ചെയ്യുക. പക്ഷേ ഒരു പ്രായം വരെ പാരൻസ് ഇൻ്റർഫിയർ ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാൽ അധികം പൈസയൊന്നും നമ്മുടെ കയ്യിൽ വരത്തില്ല. ഇപ്പം എന്തെങ്കിലും വാങ്ങിക്കാൻ പോകുമ്പോൾ അതിൽ നിന്ന് ഒരു 5 രൂപ 10 രൂപ മാറ്റി വയ്ക്കുക, പോക്കറ്റ് മണിക്ക് വേണ്ടി കാറ്ററിങ്ങിന് പോവുക. അറിയാം ഇത്, അതായത് ഒരു 90s ആ ഒരു സമയത്തൊന്നും വളർന്നു വന്നവർക്ക് മനസ്സിലാവും. ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോവുക, ജോലി ചെയ്യുക, കാറ്ററിങ് പോവുക, ഞാൻ ഇങ്ങനെ വണ്ടി ഓടാനൊക്കെ പോകും, അങ്ങനെയൊക്കെയാണ് ഞാൻ പൈസ ഒപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെയല്ല. പിള്ളേർക്കെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ വഴികളുണ്ട്, നല്ല നല്ല വഴികളുമുണ്ട്. അതുപോലെ ഇതുപോലെ സ്കാമിൽ പോയി പെട്ടിട്ട് പൈസ കിട്ടുന്ന കുറേ വഴികളുമുണ്ട്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്, ഒരു പരിധി വരെ ഒരു പ്രായമാവുന്നവരെ ഒരു കൺട്രോളിൽ നിർത്താൻ നോക്കുക. പ്രത്യേകിച്ച് ഈ പൈസ ഇടപാടുകൾ, അവരുടെ അക്കൗണ്ടിലോട്ട് എത്ര രൂപ വരുന്നു, എത്ര രൂപ ചിലവാകുന്നു. നിങ്ങൾ അതായത് അവന് പ്രത്യേകിച്ച് ബിസിനസ്സും കാര്യങ്ങളൊന്നും ഇല്ല, പ്രത്യേകിച്ച് ഒരു ജോലിയില്ല എങ്കിൽ ചുമ്മാ അക്കൗണ്ടിലോട്ട് പൈസ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളത് മോണിറ്റർ ചെയ്യണം. കാരണം അങ്ങനെയുള്ള, അതായത് ഡെഡ് അക്കൗണ്ട്സ്, മ്യൂൾ അക്കൗണ്ട്സ്, ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് പെട്ടുപോകുന്നത് കൂടുതലും. ഓക്കെ, നമ്മൾ നോക്കുമ്പോൾ എന്താ, കുറച്ച് പൈസ അക്കൗണ്ടിലോട്ട് വരും, ആ പൈസ വിഡ്രോ ചെയ്ത് കൊടുത്താൽ നമുക്കൊരു 10,000 20,000 രൂപ അക്കൗണ്ടിൽ അവർ തരാമെന്ന് പറയും. അതായത് ഒരു ജോലി ഇല്ലാതെ നമ്മുടെ അക്കൗണ്ട് വഴി പൈസ കടന്നു പോകുമ്പോൾ നമുക്ക് 10,000 20,000 കിട്ടുവാണെങ്കിൽ ആരായാലും കണ്ണും പൂട്ടി സമ്മതിച്ചു പോകും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ളവർ. കാരണം അവർ ജനിക്കുമ്പോൾ തന്നെ കണ്ടു വളരുന്ന എന്താണ്, ഫോണ്. ഈ ഫോണിൽ അവരെന്താണ് കാണുന്നത്, റീൽസുകൾ, ഓരോരുത്തരുടെ വിജയം, ഓരോരുത്തർ കാർ വാങ്ങുന്നത്, കാർ മോഡിഫൈ ചെയ്യുന്നത്, ബൈക്ക് വാങ്ങുന്നു. ഓക്കെ, ആ ലൈഫ് സ്റ്റൈൽ ഒന്ന് ആലോചിച്ചു, വീട് വാങ്ങുന്നു. അപ്പം അങ്ങനെയുള്ളൊരു ലൈഫ് സ്റ്റൈൽ അവർ കണ്ടുവരുവാണ്. അപ്പം അവരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ വേണം. ഈവൻ ഞാൻ പോലും യൂട്യൂബ് തുടങ്ങിയതെന്ന് പറഞ്ഞാൽ മോണിറ്റൈസ്ഡ് ആവുക, പൈസ ഉണ്ടാക്കുക, ഈ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ്. എനിക്ക് ഈ കാറിനോടും ബൈക്കിനോടൊക്കെ ഭയങ്കര ക്രൈസാണ്. അപ്പം എന്തായാലും 9 to 5 ജോബ് വെച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. അത് 100%, അത് ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അങ്ങനെ അതായത് കഷ്ടപ്പെട്ട് പൈസ നേടുക, അതാണ് ഞാൻ പറയുന്നത്. കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുക, അല്ലാതെ ഈ സ്കാമിലൊക്കെ പോയി പെട്ടിട്ട് പൈസ ഉണ്ടാക്കാതിരിക്കുക. അത് ഒരു തവണ പിടിക്കില്ലായിരിക്കും, 2 തവണ പിടിക്കില്ലായിരിക്കും, 3 തവണ പിടിക്കില്ലായിരിക്കും, ചിലപ്പോൾ കുറേ നാളത്തേക്ക് പിടിക്കില്ലായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു നാൾ നിങ്ങൾ പിടിക്കപ്പെടും. നിങ്ങളുടെ പേര്, നിങ്ങളുടെ പൈസ, നിങ്ങൾ ഈ ഉണ്ടാക്കിയ ഫെയിം എല്ലാം ഒരൊറ്റ പോക്കായിരിക്കും. ഒരു കാര്യമില്ലാതാവും, നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അതുകൊണ്ടാണ് പറയുന്നത്, കഷ്ടപ്പെടുക, പൈസ ഉണ്ടാക്കുക, അല്ലാതെ ഒരു സ്കാമിലും പോയി പെടാതിരിക്കുക. ഓക്കെ, അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ മ്യൂൾ അക്കൗണ്ട്സിനെ പറ്റി ഞാനിപ്പോൾ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത് തരാം.
അപ്പോൾ എന്താണ് മ്യൂൾ അക്കൗണ്ടുകൾ? മ്യൂൾ അക്കൗണ്ടുകൾ എന്നത് സൈബർ കുറ്റവാളികൾ സ്വന്തം ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാതെ മറ്റൊരാളുടെ പേരിൽ തുറന്ന് തട്ടിപ്പ് പണം കൈമാറ്റം ചെയ്യാൻ ഉപയോഗിക്കുന്ന അക്കൗണ്ടുകളാണ്. മയക്കുമരുന്ന്, കള്ളക്കടത്ത്, ഹവാല ഇടപാടുകൾ, മനുഷ്യക്കടത്ത്, മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന പണം കൈമാറ്റം ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നു. ഈ അക്കൗണ്ടുകൾ കുറ്റവാളികളെ നിയമ നടപടികളിൽ നിന്ന് രക്ഷിക്കാൻ സഹായിക്കുന്നു. കാരണം പണം ട്രാക്ക് ചെയ്തു വരുമ്പോൾ അത് ഒരു നിരപരാധിയുടെ അക്കൗണ്ടിലേക്കാണ് എത്തുന്നത്. ഇത് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുന്നത് പോലീസിനും അന്വേഷണ ഏജൻസികൾക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. മ്യൂൾ അക്കൗണ്ടുകൾ നിർമ്മിക്കുന്നതിന് തട്ടിപ്പുകാർ പ്രധാനമായും ഗ്രാമീണ മേഖലകളിലെയും ദുർബല വിഭാഗങ്ങളിലെയും ആളുകളെ ലക്ഷ്യമിടുന്നു. ചെറിയ സാമ്പത്തിക പ്രലോഭനങ്ങൾ നൽകിയും ചിലപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരോ ബാങ്ക് പ്രതിനിധികളോ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചും അവർ നിരപരാധികളായ ആളുകളുടെ ആധാർ വിവരങ്ങളും മറ്റ് വ്യക്തിഗത രേഖകളും കയ്യിലാക്കുന്നു. ചോർത്തപ്പെട്ട ഈ വിവരങ്ങൾ ഉപയോഗിച്ച് അവർ വ്യാജ സിം കാർഡുകളും ബാങ്ക് അക്കൗണ്ടുകളും തുറക്കുന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ സഹായവും അവർക്ക് ലഭിക്കാറുണ്ട്. ഇങ്ങനെ രൂപീകരിക്കുന്ന മ്യൂൾ അക്കൗണ്ടുകളിലേക്ക് തട്ടിപ്പ് പണം സ്വീകരിച്ച് ഉടൻ തന്നെ ബാങ്ക് ശാഖകളിൽ നിന്ന് അത് കണ്ടില്ലേ, ഈ വീഡിയോയിൽ എടുത്തു പറയുന്നുണ്ട് പ്രായമായവരിൽ നിന്നോ അല്ലെങ്കിൽ സ്റ്റുഡൻസിൽ നിന്നോ ആണ് ഈ മ്യൂൾ അക്കൗണ്ട്സ് കൂടുതലായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, മ്യൂൾ അക്കൗണ്ട്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഡെഡായിട്ട് കിടക്കുന്ന, അതായത് അധികം ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലാത്ത അക്കൗണ്ട്സ് അവർ നോക്കി തിരഞ്ഞെടുക്കും. എന്നിട്ട് പെട്ടെന്ന് ഒരു വലിയൊരു ബൾക്ക് എമൗണ്ട്, ഒരു 25-30 ലക്ഷമൊക്കെ അതിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് വിട്ടിട്ട് ആ അക്കൗണ്ട് ആരാണോ കൊടുത്തത് ആ അയാൾക്ക് ഒരു കമ്മീഷൻ എന്ന രീതിയിൽ 15,000-ഓ 20,000-ഓ കൊടുക്കും. ഓക്കെ, അവർ പോലും അറിയാതെ അവർ ഈ സ്കാമിൻ്റെ അകത്ത് പെട്ടുപോവുകയാണ്. ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ നമ്മളെ പോലീസുകാരൊക്കെ ഭയങ്കര എഫിഷ്യൻ്റാണ്. അൺലെസ് ഓർ അണ്ടിൽ ഒരു വമ്പൻ സ്രാവിൻ്റെ മോനോ മോളോ ഏതെങ്കിലും ബന്ധുക്കളോ അതിൻ്റെ അകത്ത് വരുന്നില്ലെങ്കിൽ അവർ അടിപൊളിയായിട്ട് കേസ് തെളിയിക്കും, പെട്ടെന്ന് തെളിയിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഓപ്പറേഷൻ സൈഹണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 1 മാസം മുമ്പ്, 1.5 മാസം മുമ്പ്, 3 മാസം മുമ്പ് വരെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഈ സൈഹണ്ട് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇരിക്കുന്ന ഇടയിൽ തന്നെ കുറേ കേസുകൾ വരുന്നുണ്ട്. ആ കേസുകളിൽ ഒരു കേസ് ഞാൻ ഇവിടെ വെച്ച് തരാം. ഒരു വിദ്യാർത്ഥികളുടെയാണ്, 1-2 വിദ്യാർത്ഥികളുടെ കേസാണ്. അത് ഞാൻ ഇവിടെ വെച്ച് തരാം എന്തായാലും. ഓക്കെ, പോക്കറ്റ് മണിക്കായി ഓൺലൈൻ സൈബർ തട്ടിപ്പ് സംഘങ്ങൾക്ക് സംസ്ഥാനത്ത് അക്കൗണ്ടുകൾ വിൽപ്പന നടത്തിയത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ. ഓപ്പറേഷൻ സൈഹണ്ടിൽ കൊച്ചിയിൽ തട്ടിപ്പ് സംഘത്തിന്റെ കണ്ണികളായി പ്രവർത്തിച്ച 3 വിദ്യാർത്ഥികൾ പണം പിൻവലിക്കുന്നതിനിടെ പിടിയിലായി. ഒരൊറ്റ ദിവസം 25 ലക്ഷം രൂപ വരെയാണ് വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിൽ വന്നു നിറഞ്ഞത്. സംസ്ഥാന വ്യാപകമായി നടന്ന ഓപ്പറേഷൻ സൈഹണ്ടിലാണ് കൊച്ചിയിൽ 3 വിദ്യാർത്ഥികൾ പിടിയിലായത്. വിവിധ ബാങ്കുകളിലെ ബ്രാഞ്ചുകളിലെത്തി തട്ടിപ്പ് പണം പിൻവലിക്കുന്നതിനിടെ ഏലൂർ സ്വദേശി അഭിഷേക് വിജു, വെങ്ങോല സ്വദേശി ഹാഫിസ്, എടത്തറ സ്വദേശി അൽത്താഫ് എന്നിവരെ പോലീസ് കൈയോടെ പൊക്കി. 4 അക്കൗണ്ടുകളിൽ നിന്നായി പിൻവലിച്ചത് 6 ലക്ഷത്തിലേറെ രൂപ. കൊച്ചിയിലെ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളായ 3 പേരുടെയും പ്രായം 21 വയസ്സ് മാത്രം. കളമശ്ശേരി കനറ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 80,000 രൂപ പിൻവലിക്കുന്നതിനിടെ അഭിഷേകാണ് ആദ്യം പിടിയിലായത്. അഭിഷേകിന്റെ അക്കൗണ്ട് മറ്റൊരു സൈബർ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനാൽ നിരീക്ഷണത്തിലായിരുന്നു. അഭിഷേകിനെ ചോദ്യം ചെയ്തതോടെ സുഹൃത്തായ ഹാഫിസിനാണ് അക്കൗണ്ട് നൽകിയതെന്ന് വിവരം ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മരടിലുള്ള മഹാരാഷ്ട്ര ബാങ്കിന്റെ ബ്രാഞ്ചിൽ നിന്ന് ഹാഫിസും സുഹൃത്ത് അൽത്താഫും പിടിയിലായി. ഇവരുടെ കൈവശമുണ്ടായിരുന്നത് 6 ലക്ഷത്തിലേറെ രൂപ. സുഹൃത്തുക്കളായ 10ലേറെ കോളേജ് വിദ്യാർത്ഥികളെയും മൂവരും സൈബർ തട്ടിപ്പിൽ പങ്കാളികളാക്കി. അക്കൗണ്ടുകളിൽ കിട്ടുന്ന പൈസ പല അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടിയുണ്ട്. ഏകദേശം 25 ലക്ഷം, ഏകദേശമല്ല കൃത്യമായിട്ട് പറഞ്ഞാൽ 25 ലക്ഷം രൂപയാണ് അവരുടെ അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അവർക്ക് കമ്മീഷനായിട്ട് 15,000-ഉം 20,000-ഉം കൊടുത്തത്. ഓക്കെ, അവർ പോലും അറിയാതെ അവർ ഈ സ്കാമിൻ്റെ ഭാഗമായി മാറി. ഓക്കെ, ഇപ്പം പുറത്തു വന്നപ്പം ഈ വിദ്യാർത്ഥികളുടെ പേരാണ് പുറത്തു വന്നത്. പക്ഷേ ഇതിൻ്റെ പിറകിൽ വലിയ ഒരു സംഘം തന്നെ ഉണ്ട്. ഓക്കെ, പല തവണകളായി ഇവരുടെ അക്കൗണ്ട് യൂസ് ചെയ്ത് അവർക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ, അതായത് ഈ വിദ്യാർത്ഥികൾക്ക് കിട്ടിയത് ഏകദേശം 6 ലക്ഷം to 7 ലക്ഷം രൂപയാണ്. ഒന്ന് ആലോചിച്ചോട്ടെ, 21 വയസ്സേ ഉള്ളൂ പുള്ളിക്ക്, ഈ അറസ്റ്റിലായ പുള്ളിക്ക് എന്ന് പറയുന്നത്. ഇത് ഏകദേശം 1.5 മാസം മുമ്പ് നടന്ന സംഭവമാണ്. ഈ സൈഹണ്ടിലൂടെ കണ്ടുപിടിച്ച ഒരു കുറ്റകൃത്യമാണിത്. ഓക്കെ, 21 വയസ്സേ ഉള്ളൂ. 21 വയസ്സിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു 6-7 ലക്ഷം ഒരു മാസത്തിനകത്ത് നമ്മുടെ കയ്യിലോട്ട് വന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തറിയാം, മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം അറിയാം. ഈവൻ ഇത് കള്ളത്തരം ആയിക്കോട്ടെ, ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ കയ്യിലോട്ട് ഇത്രയും പൈസ വരാണ് ബൾക്കായിട്ട്. സ്വാഭാവികമായിട്ടും അതിലോട്ട് പിന്നെ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുകയുള്ളൂ. ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യത്തെ റൗണ്ടിൽ പിടിക്കില്ല, രണ്ടാമത്തെ റൗണ്ടിൽ പിടിക്കില്ല, 3-ലും 4-ലും പിടിക്കില്ല, 5-ലും 6-ലും പിടിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ കുറേ നാൾക്ക് ശേഷമായിരിക്കും ഈ സ്കാമിൽ നിങ്ങൾ പെട്ടു എന്നത് നിങ്ങൾ പോലും അറിയുന്നത്. അതുകൊണ്ട് ഈ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇത്രയും പൈസ കിട്ടുന്നത് കിട്ടിക്കോട്ടെ, നല്ല രീതിയിൽ കിട്ടിക്കോട്ടെ, നല്ല രീതിയിൽ ബിസിനസ് നടത്തി കിട്ടിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അതൊന്നും നിങ്ങൾ ആരും ചോദ്യം ചെയ്യാൻ വരില്ല. നിങ്ങൾ ഒരു കാലത്ത് നിങ്ങൾക്ക് അതൊരു അസറ്റ് നഷ്ടപ്പെടുകയില്ല.
പക്ഷേ ഇൻസ്റ്റൻ്റായിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ സ്കാമുകളിൽ പോയി ചാടാതിരിക്കുക മാക്സിമം. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലൈഫ് തന്നെ കുറഞ്ഞാട്ട് കഴിക്കും. ഇങ്ങനത്തെ ഒരു കേസ് വന്നാൽ അതിൽ നമുക്ക് ഊരിപ്പോകാൻ ഭയങ്കര പാടാണ്. സൈബർ തട്ടിപ്പാണ്, ചെറിയ കാര്യമൊന്നുമല്ല. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് തിരക്കി നോക്കിയാൽ മതി ഇതിൻ്റെ ലീഗൽ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്ന്. ഈവൻ പുറത്തോട്ട് വരെ പോകാൻ പറ്റത്തില്ല, PCC പോലും കിട്ടത്തില്ല. അവസാനം നിങ്ങൾ അങ്ങും എത്തൂല ഇങ്ങും എത്തൂല എന്ന രീതിയിലാവും. ഓക്കെ, അതുകൊണ്ട് ഇൻസ്റ്റൻ്റായിട്ട് പൈസ കിട്ടുമ്പോൾ ഒരു 100 തവണ ആലോചിക്കുക അതൊരു സ്കാം ആണോ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു ടെലിഗ്രാം ഗ്രൂപ്പ്, ഈ ടെലിഗ്രാമിൻ്റെ എന്തുവാ ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്, ഈ ടെലിഗ്രാം ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു തരത്തിലും അങ്ങനത്തെ ഒരു സാധനത്തിനും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. പേഴ്സണലി അറിയാവുന്ന ഒരാളിൽ നിന്ന് 15 ലക്ഷമാണ് പോയത്. 1-2 15 ലക്ഷം ഞാൻ ആദ്യമേ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു സ്കാമിലാണെന്ന് തോന്നുന്നു ഈ ബ്ലെസ്ലിയും പോയി പെട്ടത്. ആ FIRൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ജോലി വാഗ്ദാനം ചെയ്തു തട്ടിപ്പ് നടത്തിയെന്ന്. മേ ബി ഇങ്ങനെ ആയിരിക്കും, നിങ്ങൾ കുറച്ച് അക്കൗണ്ട് കണ്ടുപിടിച്ചതാണ്, അതിലോട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പൈസ വന്ന് ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മീഷൻ കിട്ടും. ആ കമ്മീഷൻ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ആ രീതിയിലായിരിക്കാം മേ ബി ഈ ജോലി എന്ന് പറയുന്നത്. അല്ലാതെ മറ്റേ ഡാറ്റ എൻട്രി അങ്ങനത്തെ ഉള്ള ജോലിയൊന്നുമല്ല, ഇത് തന്നെ ആയിരിക്കും. ഇങ്ങനെ ചത്ത് കിടക്കുന്ന കുറേ മ്യൂൾ അക്കൗണ്ട്സുകൾ കണ്ടുപിടിച്ച് കൊടുക്കുക, അതിൽ നിന്നൂടെ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ കമ്മീഷൻ കിട്ടും. ഇതാണ് ജോലി എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഇതിലാണ് ബ്ലെസ്ലി പോയി പെട്ടത്. ബ്ലെസ്ലി ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ അത്യാവശ്യം നല്ല ഗെയിമറായിരുന്നു. പക്ഷേ ലൈഫിൽ പുള്ളിക്കാരൻ ഇങ്ങനത്തെ ഒരു പണി കിട്ടിപ്പോയി. ഇനിയിപ്പം ജയിലിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടി ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കേണ്ട അവസ്ഥയായി ബ്ലെസ്ലിക്ക് എന്ന് പറയുന്നത്. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആരും ഇങ്ങനത്തെ ഈ വൃത്തികെട്ട സ്കാമിലൊന്നും പോയി പെടാതിരിക്കുക. പൈസ എല്ലാവർക്കും വേണം. ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബ് തുടങ്ങിയത് തന്നെ പൈസ കിട്ടാൻ വേണ്ടിയാണ്. പൈസ നല്ല രീതിയിൽ അധ്വാനിച്ചുണ്ടാക്കും, ഇങ്ങനത്തെ കോണ്ടൻസ് ചെയ്യുക. ഇപ്പം പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ വഴികളുണ്ട്. നമുക്കായിട്ട് ബിസിനസ് തുടങ്ങാം, കണ്ടൻറ് ക്രിയേഷൻ തുടങ്ങാം, അങ്ങനെ ഇഷ്ടംപോലെ നമ്മുടെ മുമ്പിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ യൂസ് ചെയ്യും. നിങ്ങൾ ഹാർഡ് വർക്കിലൂടെ നിങ്ങൾ പൈസ ഉണ്ടാക്കും, സ്മാർട്ട് വർക്കും യൂസ് ചെയ്യുക. അല്ലാതെ ഇങ്ങനത്തെ സ്കാമിലൂടെ ഇൻസ്റ്റൻ്റായിട്ട് പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊന്നും അതായത് ഉടനീളം നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു നാൾ അത് പിടി വീണിരിക്കും, 100% ഉറപ്പാണ്. പല സ്കാമുകളും പുറത്തു വരുന്നത് അങ്ങനെയാണ്. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. പിന്നെ ഞാൻ ഈ കിഡ്സിനോടാണ് പറയുന്നത്, റിയൽ ലൈഫ് വേറെ റിയൽ ലൈഫ് വേറെ. ഞാൻ മിക്ക വീഡിയോസിലും പറയുന്നതാണ്. സോ അതൊന്ന് മനസ്സിൽ വയ്ക്കുക. സോ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ